അവരെ പറ്റി രണ്ട് വാക്ക് പറയാന്ന് പറഞ്ഞാല് രാജീവ് രവി സാറാകുമ്പോ 3 നോക്കാവും. അതെ, രാത്രിയായില്ലേ, രാവിലെ വെച്ചതാ. ടേക്ക് ദ ഗാഡി. അപ്പൊ യു ഡോണ്ട് നോ മലയാളം, ഐ ഡോണ്ട് നോ ഹിന്ദി. ഞാൻ പെടുത്തരാം. ടേക്ക് ദ ഗാഡി. Tell to take the ഗാഡി forward. നമ്മളെന്തിനാ ഹിന്ദി അടിക്കേണ്ട ആവശ്യം എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ ഈ വണ്ടിയോട് എനിക്ക് സ്നേഹമുണ്ട്. പെട്രോൾ അടിക്കാതെ വണ്ടി ഓടില്ലല്ലോ. അമ്മയുടെ തെറ്റാണോ അച്ഛന്റെ തെറ്റാണോ? അമ്മയുടെ തെറ്റാണോ അച്ഛന്റെ തെറ്റാണോ? ലാലേട്ടനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ചെയ്യുന്ന കാര്യങ്ങളോട്, ക്യാരക്ടറായി നിന്നുകൊണ്ട് പെർഫോം ചെയ്ത കാര്യങ്ങളോട്. അതാരാ ഇടഞ്ഞ് പരിക്കുട്ടി വന്നതിന് ശേഷമാണ് പാട്ട് പാടാൻ തുടങ്ങിയത് ഞങ്ങള്. മറ്റേത് നമ്മള് പാട്ടിന്റെ ഒപ്പം പാടാന്നല്ലാതെ കരോക്കെ ഇട്ട് പാടാൻ തുടങ്ങിയ പരിക്കുട്ടി വന്നതിന്. പരിക്കുട്ടി വന്നാൽ അതിനെ പാട്ട് പഠിപ്പിക്കലായി. അല്ലാതെ ഈ പറയണ പരിക്കുട്ടീനെ ഇത്ര വലിയ ക്രിമിനലും അല്ലെങ്കിൽ ഇത്ര വലിയ ആൾക്കാരൊന്നുമല്ല. നിങ്ങൾ ചിത്രീകരിക്കുന്നതാണെങ്കിലും വേറെ ആരും ചിത്രീകരിക്കുന്നതാണെങ്കിലും നാടിനെ തരംഗം വെക്കുകയും നാടിന് ആപത്തായിട്ടുള്ള വേറെ എന്തൊക്കെയോ എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയോ. കലാകാരന്മാരെ എന്നെ പിടിച്ചുകൊണ്ടുവന്ന് ഇടും. എല്ലാത്തിലും കലാകാരന്മാരെ തന്നെ പിടിച്ചുകൊണ്ടുവന്നിടും. എന്ത് ചെയ്യാം, കലികാലമാണല്ലോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കലി തുള്ളി അങ്ങ് പോട്ടെ. മ്യൂസിക് ആൽബത്തിൽ ഞാൻ പാടുന്നുണ്ടോ? ഇല്ല, അത് അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അറിയാവുന്നവരെ കൊണ്ട് പഠിപ്പിക്കാം. ഇപ്പൊ പാടണ്ട. സോ ഷൈൻചേട്ടൻ പുതിയ മ്യൂസിക് ആൽബം ചെയ്യാൻ പോവാണ്. സോ അതിന്റെ വിശേഷങ്ങളെ പറ്റി പറയൂ. മ്യൂസിക് ആൽബത്തിന്റെ ഡയറക്ടർ നമ്മുടെ കൂടെ ഉണ്ട്, അബ്ദുൽ ഖാദർ. യെസ്. സോ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം അല്ലെ. മ്യൂസിക് വീഡിയോ ഒരു മലയാളത്തിൽ വരാത്ത ടൈപ്പ് ഓഫ് പരിപാടിയാണ്. MHR എന്നുള്ള മ്യൂസിക് ഡയറക്ടറാണ്. അതായത് തല്ലിമാലയിലെ മണവാളം തഗ്ഗും മലബാറി ബാങ്കർ എന്നൊക്കെ കൊണ്ട് ഒരുപാട് ഹിറ്റുകളുള്ള ഒരു പയ്യനാണ്. അപ്പോൾ അവനാണ് അത് മ്യൂസിക് ചെയ്യുന്നത്. വിനായക് ശശികുമാറാണ് എഴുതുന്നത്. ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ അതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എല്ലാം ഉണ്ടായിരിക്കും. അത്രേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. മാർച്ചിലാണ് അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ. ലൊക്കേഷൻസ് ഒക്കെ കൊച്ചി തന്നെയാണ്. അഖിൽ ഇതിനു മുന്നേ എന്താ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, റോമിയോ ലൈജു. അത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല റീച്ച് ആയ പരിപാടി. അപ്പോൾ അതിനുശേഷം ഷൈന വെച്ച് ചെയ്യുന്ന പരിപാടിയാണ്. രാജീവ് രവി സർ ആൻഡ് ഖാലിദ് റഹ്മാൻ സർ. ഓക്കെ, ഷൈൻചേട്ടൻ അഭിനയിച്ച സിനിമകളുടെ ഡയറക്ടേഴ്സ്, അവരെ പറ്റി ഒരു 2 വാക്ക് പറയൂ. അവരെ പറ്റി 2 വാക്ക് പറയാന്ന് പറഞ്ഞാല് രാജീവ് രവി സാറാകുമ്പോ 3 നോക്കാവും. ഖാലിദ് റഹ്മാൻ 2 വാക്ക്. തമാശ ഫ്രഷ്. ഈയിടെ നല്ല ഒളിച്ചു തമാശ കേട്ടോ പറയുന്നത്. അതെ, രാത്രിയായില്ലേ, രാവിലെ വെച്ചതാ. വഴിഞ്ഞ ഇപ്പൊ പറഞ്ഞത് ന്യായം. രാജുവേട്ടനെ പറ്റി പറയുമ്പോ നമ്മള് അന്ന് വരെ ചെയ്തുകൊണ്ടിരുന്ന സിനിമകളിൽ നിന്ന് ആക്ടറിന് ക്യാമറ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള പരിപാടികളൊന്നും ബോധർ ചെയ്യാതെ സ്വന്തം ഇഷ്ടത്തിൽ എന്തൊക്കെ എത്രത്തോളം ലിമിറ്റില്ലാതെ ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്യാൻ നമുക്കൊരു സ്പേസ് തന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യം തന്ന ഡയറക്ടറാണ്. ലൈക്ക് നമ്മൾ എല്ലാവർക്കും അവരവരുടെ സ്പേസും സ്വാതന്ത്ര്യവും കൊടുക്കുന്നതാണല്ലോ ലൈഫിൽ ഏറ്റവും വലിയ കാര്യം. അത് ഒരു സിനിമയിലും അല്ലെങ്കിൽ ഒരു ഷോട്ടിലും ഒരു സീനിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്പേസും നമ്മുടെ സ്വാതന്ത്ര്യവും അങ്ങ് തന്ന ഒരു ഡയറക്ടറാണ്. പിന്നെ അതിൽ നിന്ന് പുള്ളിക്ക് എന്താണോ വേണ്ടാത്തതും എന്തൊക്കെ വേണ്ടിയതുമായിട്ടുള്ള കാര്യങ്ങളെ ആഡ് ചെയ്യുള്ളൂ പുള്ളി, അല്ലെങ്കിൽ ചുരുക്കമുള്ളൂ ആഡ് ചെയ്യുള്ളൂ. ആദ്യം നമുക്കുള്ള സ്പേസും സ്വാതന്ത്ര്യം തരും. അത് നമ്മൾ കറക്റ്റായിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിൽ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുമ്പോഴോ അല്ലെങ്കിൽ അതിൽ ആ സ്പേസ് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതിരിക്കുമ്പോഴും പുള്ളി വന്നിടുന്നത്. അങ്ങനെ ഒരു സീനുകൾ ഉണ്ടാക്കി പടം ചെയ്യുന്ന വ്യക്തിയാണ് രാജീവ്. ബേക്കാ എന്താ നിർത്തിയ പരിപാടി?
लो बैलेंस What? मतलब लो बैलेंस है इसके अंदर Whose level? This गाड़ी. This गाड़ी. बैलेंस इല്ല This गाड़ी. दिस गाड़ी So गाड़ी का മുന്നോട്ട് എടുക്കാൻ പറ. അല്ലെങ്കിൽ you must put the board there. ഇവിടെ വരെ വന്നിട്ടല്ല. क्या हुआ? Take the गाड़ी അപ്പോൾ I don't know മലയാളം bro You don't know Malayalam, I don't know Hindi. Bye. Take the गाड़ी. ഞാൻ പെടുത്തേ रहा Take the गाड़ी वो. Tell to take the गाड़ी forward. टाइम लगेगा Good. ബാക്ക് എടുക്കുക അവിടെ വരെ ഒന്നുമില്ല അല്ലെങ്കിൽ അവരവിടെ ബോർഡ് വയ്ക്കണ്ടേ അല്ലെങ്കിൽ അവിടെ നിൽക്കണ്ട അവൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മള് പറയാനില്ല എൻ്റെ കയ്യിൽ കാശില്ലാതെ നമ്മൾ അതിന് രസം ഭാഷാറേതന്മാരെ പിടിച്ച് നിർത്തിയിട്ട് ഗാഡി മുന്നോട്ട് എടുക്കാനാ വേറില്ലാത്തോണ്ടല്ല അതില്ലെങ്കിൽ വണ്ടി കയറ്റില്ല നിർത്തുന്നത് അതാണ് ഇവിടുത്തെ പരിപാടി എന്നിട്ട് മലയാളം നെയ് മാലൂന്ന് കേരളത്തിൽ വർക്ക് ചെയ്യുമ്പോൾ മലയാളം നെയ് മാലൂന്ന് ഉണ്ടെന്ന കാര്യം നമുക്ക് അത്രയും മാലൂം നെയ് ഹിന്ദി പഠിക്കേണ്ട സമയത്ത് പോലും ഗൗരവമായിട്ട് എടുത്തിട്ടില്ല അല്ലെങ്കിൽ ദേശത്ത് കിടക്കുമ്പോൾ നമ്മളെന്തിനാ ഹിന്ദി പഠിക്കേണ്ട ആവശ്യം എനിക്കറിയാൻ പാടില്ല നമ്മളെങ്ങനെ ഒരാളെ സ്നേഹിക്കും അച്ഛനമ്മയോട് നമുക്ക് സ്നേഹം ഉണ്ടാവും ഇല്ലേ പിന്നെ അതിന് അച്ഛനമ്മയോട് കുറച്ചു കാലം സ്വത്തിന്റെ പേര് തുറക്കണ്ടാവണം സ്വത്ത് അതിനോട് വലുതാണോ സ്നേഹത്തിനേക്കാളും ഇനിയിപ്പോ നമ്മൾ സുഹൃത്തുക്കൾ തമ്മില് സ്വത്തുപരമായിട്ട് കാശുപരമായിട്ട് തർക്കങ്ങൾ വരുന്നില്ലേ അപ്പൊ സ്നേഹമല്ലേ അപ്പൊ സ്നേഹമാണോ സ്വത്താണോ വലുത് ആരെങ്കിലും സ്നേഹത്തിന്റെ പുറത്ത് കുറച്ച് സ്വത്ത് എടുത്ത് തരുമോ നമുക്ക് കാശ് എടുത്ത് തരുമോ ഇല്ല അപ്പൊ പിന്നെ സ്നേഹമാണോ സ്വത്താണോ വലുത് ഇപ്പൊ ഈ വണ്ടിയോട് എനിക്ക് സ്നേഹമുണ്ട് പെട്രോൾ ഓടിക്കാതെ വണ്ടി ഓടില്ലല്ലോ കുറച്ച് വണ്ടി ഓടും പെട്രോൾ പമ്പിൽ വന്നിട്ട് കുറച്ച് സ്നേഹം കൊടുക്കുന്നു അവര് പെട്രോൾ അടിച്ചു തരുമില്ല ആ അതുകൊണ്ടല്ല നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് അതുകൊണ്ടാ പറയണത് നമുക്ക് പറ്റിയ പണിയല്ല അത് ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നത് നമ്മൾ ബോർഡിൽ എഴുതി കണ്ടിട്ടില്ലേ പണ്ട് ചെറുപ്പത്തിലേ ഗോഡ് ഈസ് ലവ് അല്ലാതെ വേറൊന്നുമല്ല ആ ലവ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ നമുക്ക് എന്ത് പറ്റും നമുക്ക് ലൈക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ലവ് ചെയ്യാൻ പറ്റില്ല എലിമിനാറ്റിയുടെ ചിഹ്നം ശരിക്കും കാണിക്കുന്നുണ്ട് ഇപ്രാവശ്യത്തില് അല്ലേ ഇപ്രാവശ്യം ശരിക്കും പുള്ളി എലിമിനാറ്റി എന്ന് തെളിയിച്ചു ഇനിയിപ്പോ ആരും ചോദിക്കില്ലല്ലോ എലിമിനാറ്റി ആണോ അതാരാ ഇടഞ്ഞാടുന്ന അങ്ങനെ ഇങ്ങനെയുള്ളവരെ മച്ചന്മാര് ഹൈവേയില് ചാടുകയെ എപ്പോഴാണ് പ്രശ്നം പറയണത് ഇവിടെ പ്രശ്നമില്ല ലൈറ്റ് ഇല്ലാത്തടത്ത് ഒന്ന് ചാടും ബ്ലാക്കിട്ട് ചാടുമ്പോഴാണല്ലോ തീരെ കാണാതിരിക്കുക ലാലേട്ടനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ചെയ്യുന്ന കാര്യങ്ങളോട് ക്യാരക്ടറായി നിന്നുകൊണ്ട് പെർഫോം ചെയ്ത കാര്യങ്ങളോടുള്ള ഇഷ്ടം കാരണം കൊണ്ടാണ് ചേട്ടൻ സിനിമയിലേക്ക് ലാലേട്ടൻ കാണിക്കുന്ന ഓരോ പരിപാടികള് ലാലേട്ടന്റെ ഓരോ ഏറ്റവും കൂടുതൽ സിനിമയിൽ വന്നതുകൊണ്ടാണ് ബട്ട് മമ്മൂക്കയാണ് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം പക്ഷെ മമ്മൂക്കാനായിട്ടാണ് കൂടുതൽ പടങ്ങൾ വർക്ക് ചെയ്ത് കൂടുതലല്ല പടങ്ങളൊക്കെ വർക്ക് ചെയ്തില്ല ലാലേട്ടനായിട്ട് വർക്ക് ചെയ്തിട്ടില്ല ക്രിസ്റ്റഫർ ആണെങ്കിലും ഇപ്പം അതല്ല അസിസ്റ്റന്റ് ഡയറക്ടർ ആവുമ്പോ തന്നെ രാപ്പകല് കറുത്ത പക്ഷികള് ഡാഡിക്കോള് അല്ലേ ഇപ്പൊ അഭിനയിക്കുമ്പോ ഭീഷ്മപർവം എന്താ അപ്പൊ ആ ഒരു ഇത് ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട് ചേട്ടനോട് ചോദിക്കേണ്ട നമ്മൾ ക്രിസ്ത്യൻ സെറ്റിലൊക്കെ പ്രസ് മീറ്റിലൊക്കെ അല്ലേ മമ്മൂക്കാനെ പറ്റി നമുക്ക് അങ്ങനെ ഈ പറഞ്ഞ പോലെ ലൈക്കബിൾ ആണോ ലവബിൾ ആണോ എന്ന് പറഞ്ഞ പോലത്തെ ആണ് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ആളാണോ അങ്ങനെ ഇഷ്ടേ മമ്മൂക്കാണോ ലാലേട്ടനെ ഇഷ്ടം പക്ഷെ മമ്മൂക്കാർ ആദ്യം ഇവിടെ വർക്ക് ചെയ്യുമ്പോഴും ലാലേട്ടന് ഇഷ്ടം മമ്മൂക്ക പക്ഷെ പിന്നെ ഓരോരോ പടങ്ങൾ കഴിയും തോറും സാധാരണ ആൾക്കാർ വെറുപ്പിനോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഇല്ലാതെയാവല്ലോ ചെയ്യാ ഇത് പക്ഷെ നമുക്ക് ഇപ്പോഴും ഉറപ്പായിട്ടും അതായത് യങ് ജനറേഷൻ ഇത്ര പ്രായമുണ്ട് 70+, പക്ഷെ ഇപ്പോഴും സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഇല്ലേ അല്ലേ എല്ലാവർക്കും എല്ലാ ജനറേഷനുള്ളവർക്കും കാണാൻ അല്ലേ അങ്ങനെ ചെയ്യുന്ന ഫീൽ ചെയ്തില്ലേ കഥാപാത്രങ്ങളെയാണ് ഇറ്റ്സ് ലൈക്ക് താരം
ആക്ടറും മമ്മൂക്ക സ്റ്റാറും തമ്മിൽ വ്യത്യാസമുണ്ട്. മമ്മൂക്കയുടെ ലാസ്റ്റ് എടുത്ത പേഴ്സ് അല്ല, ഡൊമിനിക് പേഴ്സ് ക്യാരക്ടർ അല്ലേ അത്. അത് ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല, അതൊരു ക്യാരക്ടറാണ്. അങ്ങനത്തെ ക്യാരക്ടർ നമുക്ക് മുന്നേ കണ്ടുണ്ടാവും? ഇല്ല. മുന്നേ പുള്ളി ഏതേതാ? ഇതിനു മുന്നേ ഇതൊക്കെ പടം ഏതായിരുന്നു? ഇതിനു മുന്നേ നമ്മുടെ ജ്യോതിക മാമുമായിട്ട് ചെയ്ത പടം. അല്ല, ഇതിന് തൊട്ട് മുന്നേ ഇത് ഇറങ്ങിയ പടം ഏതായിരുന്നു? നമുക്കടെ ബ്രഹ്മയുഗം. ആ ക്യാരക്ടറാണത്? അത് അല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒന്ന് ചെയ്യുമ്പോ അത് ബ്രഹ്മയുഗമാണ് ഇതിന് തൊട്ട് മുന്നേ ഇറങ്ങിയത് നമുക്കടെ. ആണോ? ബ്രഹ്മയുഗം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഡൊമിനിക്, അതിന്റെ ഇടയ്ക്ക് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അല്ലേട്ടാ, ബസൂക്ക ഷൂട്ട് അതിന് മുന്നേ തുടങ്ങിയതാണ്, റിലീസായിട്ടില്ല, ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ബസൂക്കയാണ് ആദ്യം ഷൂട്ട് തുടങ്ങി, അതിനുശേഷമാണ് ഇത്. ബസൂക്കയിലാണ് ഗൗതം കാറും അഭിനയിക്കാൻ വന്നത് മമ്മൂക്കനായിട്ട്. അങ്ങനെയാണ് ഈ പടം ഉണ്ടാവണമെന്ന് തോന്നുന്നു. ഈ പടമാണ് റിലീസ് ചെയ്തത്. ബസൂക്ക തന്നെ റിലീസ് ആവും. ബസൂക്കയിലെ അനിയനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ബസൂക്കയുടെ ഡയറക്ടർ ആരാന്നറിയില്ലേ? ബസൂക്കയുടെ ഡയറക്ടർ ലാലേട്ടൻ. അത് ബറോസ്. ബസൂക്കയുടെ ഡയറക്ടർ ആരാ? ഡീനല്ല, അവന്റെ പേര് എങ്ങനെയാ? ഷൈൻ ചേട്ടന് ഇപ്പൊ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട് മൂവിയില്, അസിസ്റ്റന്റ് ഇപ്പൊ ആക്ടർ ആണ്. ഡു യു ഹാവ് എ പ്ലാൻ? ഇഷ്ടം പിന്നെ ആക്ടർ ചൂസ് ചെയ്യുന്ന കഥാപാത്രം ചൂസ് ചെയ്യുന്ന മൂവി, അതുകൊണ്ടും മാത്രല്ല ഒരു ഹ്യൂമൻ ആയിട്ടും നമ്മളോട് പെരുമാറുന്നതിന്റെ ആ ജെന്യൂനിറ്റി, പിന്നെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു ബിഹേവിങ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിയാക്ഷൻസും കിട്ടില്ല. പിന്നെ അലങ്കാരികമായിട്ടുള്ള ബിഹേവിങ് ഇല്ല, അതും ഇല്ല. ഞാനിപ്പോ അവിടെ കയറി വരുമ്പോ ആൾക്കാരെയും നോട്ട് ചെയ്യുന്നുണ്ട്. ഒരാള് നമ്മളെ നോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് നമുക്ക് റെസ്പെക്ട്. അവനെ കാണുന്നു, അവനെ കണ്ടുവന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചെറിയ കുഞ്ഞാണെങ്കിൽ കൂടി ഫൈൻ ആയിക്കൊണ്ടിരിക്കുക. ബീയിങ് എ വെരി എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി, അല്ലെങ്കിൽ എല്ലാ ഇൻഡസ്ട്രിയിലും മലയാളം, തമിഴ് മാത്രമല്ല ആളുകളുടെ മനുഷ്യരുടെ നല്ലൊരു മനുഷ്യനായി. ഇപ്പൊ ഷൈൻചേട്ടനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഡു യു ഹാവ് എ പ്ലാൻ ടു ഡയറക്റ്റ് എ മൂവി? ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യാത്തത്. അങ്ങനത്തെ പ്ലാനേ ഇല്ലാത്തതുകൊണ്ടാണ്. അത് ചേട്ടൻ ഒരു ഇതിൽ പറഞ്ഞിരുന്നു. ബിക്കോസ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടാ വന്നെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടർ ആയി വന്നെന്തുകൊണ്ടാ? ഇവിടെ ആക്ടർ ആയിട്ട് വരാൻ ആർക്കും ഒരു ചാൻസ് ഇല്ല. ഒരു ആക്ടറുടെ അസിസ്റ്റന്റ് ആയതുകൊണ്ട് ആക്ടിങ് പഠിച്ച് ആക്ടർ ആവുക അങ്ങനൊരു സ്ഥാനം ഇല്ല. ആക്ടർക്കാണ് സ്ഥാനം ഇല്ലാത്തതും. വന്നു കഴിഞ്ഞാ പിന്നെ ആക്ടറിന്റെ പേരിലായി ഒരു പടം. മനസ്സിലായി. അത് എവിടെ നിന്നൊക്കെ ഉണ്ടായി വരുന്നതും എവിടെയൊക്കെ ഉണ്ടായി പോകുന്നതും എവിടെയൊക്കെ ഇല്ലാതെ ആവുന്നതും ഒക്കെ ആയിട്ട് വരുന്നതും ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് ഒരൊറ്റ ബുദ്ധിക്ക് ഇറങ്ങി പുറപ്പെടുക. അങ്ങനെ വീട്ടിൽ നിന്ന് അമ്മ ഞാൻ അഭിനേതാവായിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചെയ്യും. മനസ്സിലായി. ഇപ്പം കൊറേ ക്യാരക്ടേഴ്സ് ചെയ്തു, കൊറേ ഇത് നമ്മളെ മനസ്സിൽ തങ്ങുന്ന ക്യാരക്ടേഴ്സ്, നമ്മുടെ മനസ്സിൽ തങ്ങുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഷൈൻ ചേട്ടൻ ഉണ്ടല്ലോ, ഒരു ഭയങ്കര ഇമേജ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ഷൈൻ ചേട്ടനെ കാണുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ ഉടനെ തന്നെ ഷൈൻ ചേട്ടൻ ചെയ്യും. അല്ല, ചേട്ടൻ ഉണ്ടാക്കുന്നതല്ല, ബട്ട് വെൻ യു ചൂസ് എ സ്ക്രിപ്റ്റ് അങ്ങനത്തെ ഒരു സംഭവം സിനിമകളും കഥാപാത്രങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല. അല്ല, നന്നായതും വന്നതും നിങ്ങളുടെ മുന്നിൽ ആടിയതൊക്കെ ബാക്കിയുള്ളവരുണ്ടാക്കിയതാ. ഞാൻ റെഡിയാണ് അഭിനയിക്കാൻ, അത് മാത്രമേ എനിക്ക് തരാൻ പറ്റുള്ളൂ. ഐ ആം റെഡി. എപ്പോ കഴിച്ചാലും ഞാൻ നമുക്ക് പറഞ്ഞില്ലേ, നമുക്ക് എപ്പോ കഴിച്ചാലും റെഡിയാണ്. ദാറ്റ് ഓൺലി ഐ ക്യാൻ ഗിവ് ദിസ് മൈ ലൈഫ്. ഈ ജീവിതം എനിക്ക് തരാം. അതെങ്ങനെയാ ആവണം, എങ്ങനെ ആവണം, എന്തൊക്കെ ആവണം എന്നുള്ളത് ബാക്കിയുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. കാരണം ജനിക്കാനല്ലേ എനിക്ക് പറ്റൂ, ജനിപ്പിക്കാൻ പറ്റില്ലല്ലോ. തെലുങ്കില് അഭിനയിച്ചു, ഓക്കെ, മലയാളത്തിൽ അഭിനയിച്ചു, തമിഴിൽ അഭിനയിച്ചു. സോ ഇത് ക്ലീശേ ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ചോദിക്കുവാണ്, ഇങ്ങനത്തെ തന്നെ ഒരു വൈബ്, അതായത് നമ്മുടെ മലയാളത്തിൽ തന്നെ ഷൈൻചേട്ടൻ കാണിക്കുന്ന ഒരു വൈബ് ഷൈൻചേട്ടന് കിട്ടിയിരുന്നോ മറ്റ് ലാംഗ്വേജസിൽ?
മറ്റു ലാംഗ്വേജിൽ എങ്ങനെ കിട്ടും? നമ്മുടെ ലാംഗ്വേജിലല്ലേ കിട്ടുള്ളൂ. അവിടെ എന്നാ കമാന്ന് ലക്ഷം മിണ്ടാൻ പറ്റില്ലോ. അല്ല ആർക്കെങ്കിലും നമ്മൾ പറഞ്ഞ മനസ്സിലാവില്ലല്ലോ. ആ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ മുണ്ടിട്ട് കാര്യമില്ല. അവിടെ കമാന്ന് അറിയില്ല, ഒന്നും അറിയില്ല അവർക്ക്. അവരെ കമ വേറെ, നമ്മുടെ കമ വേറെ. അവരായിട്ട് നമ്മൾ സംസാരിക്കാനേ പോവാറില്ല. ഈ അവര് പറഞ്ഞ ഡയലോഗ് തന്നെ പറഞ്ഞ എങ്ങനെ തീർത്ത് രക്ഷപ്പെട്ട് വരാന്ന് നമ്മൾ നോക്കുക. അല്ലെങ്കിൽ ഐഡിയ എപ്പ കിട്ടുന്ന നമുക്കറിയില്ലല്ലോ. ആദ്യമൊക്കെ പറയും ഇവര് ഡയലോഗ് ഒന്നും പ്രശ്നമില്ല, അതൊന്നും പ്രശ്നമില്ല, ലൊക്കേഷനിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ലൊക്കേഷനിൽ ഒന്നും ഡയലോഗ് പറയാതെ വിടൂല്ല. അതായത് ഇപ്പം വേറെ ലാംഗ്വേജസിൽ ചെയ്തില്ലേ, ഇപ്പൊ തെലുങ്കിലൊക്കെ ആണെങ്കിലും ചെയ്തില്ല. അപ്പൊ ഷൈൻ ചേട്ടന് ഡയലോഗ് അവിടെ ചെന്നപ്പോഴാണോ തന്നത്? അതായത് പ്രിപ്പറേഷന് ടൈം ഉണ്ടായിരുന്നോ? ലൈക്ക് ആ ക്യാരക്ടറിലേക്ക് ആവാനുള്ള പ്രിപ്പറേഷന് ടൈം ഉണ്ടായിരുന്നോ? ക്യാരക്ടറിലേക്ക് ആവാൻ നമുക്ക് അങ്ങനെ അധികം സമയങ്ങളൊന്നും വേണ്ട. ഒരു സീൻ കിട്ടുമ്പോ തന്നെ നമുക്ക് ഒന്ന് പരിപാടികളൊക്കെ തന്നെയുള്ളൂ, അല്ലാതെ വലിയ പരിപാടികളൊന്നും ഇല്ല. അതിനാണല്ലോ ഒരു ഡയറക്ടറും ഉള്ളത്. പക്ഷെ ഈ ഡയലോഗ് പറഞ്ഞ് ഒപ്പിക്കാനാണ് സമയം വേണ്ടത്. അത് നേരത്തെ കിട്ടിയിട്ടും കാര്യമില്ല, മനസ്സിലായ? നേരത്തെ കിട്ടിയിട്ട് നമ്മൾ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് അവിടെ ചെന്നിട്ട് പറയാന്ന് വെച്ചാൽ നടക്കില്ല. തെലുങ്ക് ചേട്ടന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ? ക്യാച്ച് ചെയ്യാൻ പറ്റും. ബോളാണല്ലോ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ. തെലുങ്ക് ഏതാ കന്നഡ ഏതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേൾക്കുമ്പോ, ആദ്യം പടം ചെയ്ത സമയത്ത്. ഇപ്പോഴാണ് മനസ്സിലായത് തെലുങ്ക് ഏതാണ് കന്നഡ ഏതാണെന്ന്. നമ്മൾ തമിഴ് പടമല്ലേ അത് കാണാറുള്ളൂ. മലയാളം കഴിഞ്ഞാൽ തമിഴ്, പിന്നെ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കാണുന്നതുകൊണ്ട് ഇംഗ്ലീഷ് പറയാൻ അറിയുന്നത് ചോദിക്കരുത്. നമ്മൾ ഇംഗ്ലീഷിന്റെ 10 മിനിറ്റ് പടങ്ങളാണ് അധികം കാണാറ്. ഞാൻ ഇംഗ്ലീഷിൽ ചില പ്രത്യേക പോർഷൻസ് മാത്രമേ കട്ട് ചെയ്ത് കാണാറുള്ളതല്ലേ. അങ്ങനെയല്ല, 10 മിനിറ്റിനും 5 മിനിറ്റിനും പടങ്ങൾ ഇറക്കുന്നുണ്ട് കൊറേ സൈറ്റുകാര്. കൊറേയൊക്കെ ഇന്ത്യയിൽ നിരോധിതമാണ്. അതിലാണെങ്കിൽ അധികം ഡയലോഗും ഇല്ല. നിങ്ങളുടെ മ്യൂസിക് ആൽബത്തിന്റെ ഡയറക്ടർ പറയുന്നത് ചിരിച്ചോണ്ടിരിക്കുക. എല്ലാരും പിന്നെന്ത് ചെയ്യാനത്? പറഞ്ഞേക്കാം, ഇപ്പോഴല്ലേ ചിരിക്കാൻ പറ്റില്ല, കാണുമ്പോ ചിരിക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, കാണുമ്പോ വളരെ സീരിയസ് ആയിട്ടും ശ്രദ്ധയിലും കാണണം. എല്ലാം ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഇമോഷൻ വിട്ടുപോകും. പിന്നെ അത് ഒറ്റയ്ക്ക് ഇരുന്നും കാണണം. ഒരുമിച്ചിരുന്ന് കണ്ടിരുന്ന ആൾക്കാരതൊക്കെ ഒരു പ്രദേശത്തെ പിള്ളേർ ഒരുമിച്ചിരുന്ന് കണ്ടിരുന്ന ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന അവസ്ഥ എത്തിച്ചു ഇന്റർനെറ്റ്, ഗൂഗിൾ. അമ്മയുടെ പെറ്റാണോ അച്ഛന്റെ പെറ്റാണോ? അമ്മയുടെ തെറ്റാണോ അച്ഛന്റെ തെറ്റാണോ? അല്ല, അമ്മയുടെ എന്താണ് ചിരിക്കുന്നത്? അമ്മയുടെ പെറ്റാണോ അച്ഛന്റെ പെറ്റാണോ എന്ന് വെച്ചാൽ പൊതുവെ അമ്മയുടെ ആൾക്കാരും പെൺകുട്ടികൾ പൊതുവെ എങ്ങനെയാണ് ഷൈൻ ചേട്ടൻ? ഞാനും അങ്ങനെ തന്നെയാവും. അങ്ങനെ തന്നെയാണ് ചോദിച്ചിട്ട് അച്ഛനോട് പെറ്റുകുറവും മുണ്ടുകുറവൊന്നും ഇല്ല. മനസ്സിലായ? അച്ഛൻ ഈ നമ്മളെ പോലെയാണല്ലോ, എപ്പോഴെങ്കിലും അല്ലേ വരുള്ളൂ. അല്ല, എപ്പോഴെങ്കിലും നമ്മൾ കാണുള്ളൂ. പെരുന്നാളിന് ആദ്യം മുതൽ ഉണ്ടാവണതും വീട്ടില് എല്ലാ കാര്യങ്ങളും അടക്കി ഒതുക്കി വെക്കുന്നതും ഉണ്ടാക്കുന്ന ആൾക്കാരെ സ്വീകരിക്കുന്നതൊക്കെ അമ്മയല്ലേ. അപ്പൊ അമ്മേനല്ലേ ഫുൾ ടൈം കണ്ടോണ്ടിരിക്കണത്. ഒരാൾക്ക് ലോകത്തെ പറ്റിയും ബന്ധുക്കളെ പറ്റിയും നാടിനെ പറ്റിയും ഓരോരുത്തരെ പറ്റിയും ഒക്കെ പറയുന്നതും അറിയുന്നതും അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന് ഫീസ് കിട്ടാനും ഗ്യാസ് നോക്കാനും മാത്രമല്ല അറിയുള്ളൂ. ഫ്യൂസ് കിട്ടാനും അച്ഛനെ പഠിക്കും, പിന്നെ ഗ്യാസും കിട്ടി ചുമക്കാനും. ഇത് രണ്ടും. പിന്നെ അച്ഛൻ പറയാ വാ കിടക്കാം, ഭക്ഷണം കഴിക്കാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അച്ഛന്മാര് സംസാരിക്കുള്ളൂ. വലിയ കഥാവർത്തമാനങ്ങളൊന്നുമില്ല. ഒരമ്മയാണ് അവന് ചുറ്റുമുള്ളതിനെ പറ്റിയും ആളുകളെ പറ്റിയും അവരുടെ സ്വഭാവങ്ങളെ കുറിച്ചും ബന്ധത്തിനെ പറ്റിയും ബന്ധുക്കളെ കുറിച്ചും നാടിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും എല്ലാം ഇങ്ങനെ ഫുൾ ടൈം പറഞ്ഞ് ആ ചരിത്രബോധവും നമ്മുടെ കുടുംബബോധവും ഒക്കെ തന്നെ നമുക്കുള്ളൂ. ഇപ്പൊ അമ്മയില്ലാതെ വളരുന്ന കുട്ടികൾക്ക് അതെങ്ങനെ കിട്ടുന്നു എന്ന് എനിക്കറിയില്ല. ശരിക്കും ഒരച്ഛൻ വളർത്തുമ്പോ എന്തായാലും അമ്മ വളർത്തുന്ന പോലെ ആയിരിക്കില്ല. അതുകൊണ്ടാ ഞാൻ ഡിവോഴ്സിന്റെ സമയത്ത് കൊച്ച അമ്മയുടെ കൂടെ വളരട്ടെ എന്ന് വിചാരിച്ചു.